താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പടവലങ്ങിയൊക്കെ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. നമ്മളല്ല, അച്ഛനാണ് ഇവിടുത്തെ ഫുള്ളും അച്ഛനാണ് ചെയ്യുക. അപ്പം പടവലൊക്കെ പടർന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ കുറേ നാളായിട്ടോ ഇങ്ങോട്ട് വന്നിട്ട്. തിരക്കൊക്കെ കാരണം പാവലാന്ന് തോന്നുന്നു കുത്തിയിട്ടേക്കുന്നത്. വലിയ സൈസ് അല്ല, അത് ചെറുതാന്ന് തോന്നുന്നു. കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാ. ചെറിയ പാവയ്ക്ക. കഷ്ടപ്പെടുന്ന മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെയൊക്കെ വലിപ്പം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടിയത്. ഇത് കുരുക്കാച്ചിയല്ല. നോക്കാം. ഇതാണ് കേട്ടോ. അപ്പം പടവലൊക്കെ കയറി കിടക്കുന്നതേ ഉള്ളൂ. നല്ല ചൂടുണ്ട്. ഇവിടെ ഒരു വെള്ളത്തിൻ്റെ പൈപ്പ് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് കണക്ഷൻ അങ്ങോട്ട് കിടപ്പുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെയൊക്കെ ഞാൻ കുറേ നാളായിട്ട് വരുന്നതുകൊണ്ട് ഇവിടെയൊക്കെ ചെത് നട്ടിട്ടുണ്ട്. ചീര, കുപ്പച്ചീരയുണ്ട് ഇവിടെ. ഇത് കുപ്പച്ചീരയല്ലേ? വെള്ളച്ചീര. ഇതാണ് ഗോൾഡൻ ബെറി. അതെ, ഗോൾഡൻ ബെറി ആണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ പറയുന്ന പേര് അതിനെ ഞൊട്ടാഞ്ഞൊടിയൻ. ഇതൊരു പൂ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഗോൾഡൻ ബെറി. ഭയങ്കര ഔഷധ മൂല്യമാണെന്നാണ് പറയുന്നത്. നല്ല ടേസ്റ്റുമാണ്. പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. ഒരു ചെറിയ മധുരവും പുളിയൊക്കെ ആയിട്ട്. ഇവിടെ വെണ്ടയുണ്ട്, കുറച്ച് വെണ്ട ഉണ്ട്, അധികം ഒന്നുമില്ല. ഈ പയർ നല്ല പയറാണ് കേട്ടോ. ഈ പയറിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര മൂത്ത് കഴിഞ്ഞാലും ഇതിൻ്റെ തൊലി ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ തോരൻ വെച്ചാലും മെഴുക്കോട്ട് വെച്ചാലും എല്ലാം നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. നമുക്ക് തന്ന ലതച്ചേച്ചിയല്ലേ, അതും പറന്ന് കയറിയിട്ടുണ്ടേ. വെയിലിൻ്റെ ഒരു ഇത് കാരണം മര്യാദയ്ക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല. ഇവിടെ 2 ടൈപ്പ് പയറും ഉണ്ട്. ഈ ഒരു ടൈപ്പ് പയറും നിൽപ്പുണ്ട്. നമ്മുടെ നോർമൽ പയറും ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് വരേണ്ടിയിരിക്കുന്നു പറിച്ചുകൊണ്ട് പോകാനല്ല. പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇത് നമ്മൾ പല വീഡിയോയിലും കാണിച്ചിട്ടുള്ള നമ്മുടെ ബഡ് മാവലല്ലോ, പ്ലാവ്. അത് അത്യാവശ്യം നല്ല ഹൈറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു സൂത്രം കാണിച്ചു തരട്ടെ ഗൈസ്. 6 ചക്ക ഉണ്ടായിരുന്നു, 3 ചക്കയായിട്ട് മാറിയിട്ടുണ്ട്. താഴെ നമുക്ക് താഴെ ചക്ക കിടപ്പുണ്ട്, വേണ്ടില്ലേ, കറുത്ത് കിടക്കുന്ന. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുളമാണല്ലോ. അപ്പോൾ ഈ ഇടിയിൽ നിറച്ച് വെള്ളം വരുവേ. ഫുള്ള് ഉറവ പൊട്ടി ഈ ഫുള്ള് ഈ കനാല് പോലെ കിടക്കുന്നതൊക്കെ കണ്ടില്ലേ, അവിടെ എല്ലാം പപ്പ വെള്ളം പോകാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നതാണേ. അപ്പോൾ ആമ്പൽപ്പൂ ഉണ്ടായിരുന്നമ്മേ. അയ്യോ, 5 ഉണ്ടായിരുന്നു. ആണോ? മീനെ കൊണ്ടിട്ടുണ്ടോ അമ്മ ഇതിൻ്റെ അകത്ത്? ആയിരിക്കും. ആമ്പലുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ആണോ? ഒരു മൊട്ട് കണ്ടോ? ഇന്നിപ്പോൾ വിടർന്ന് കഴിഞ്ഞിട്ട് കിടക്കുന്നതാ. ഉണ്ടോ? ഇപ്പോൾ 12 മണി കഴിഞ്ഞിട്ടുണ്ടേ. അതുകൊണ്ട് അപ്പുറത്തും ഉണ്ട് കേട്ടോ ഒരെണ്ണം. കണ്ടില്ലേ ആ കാണുന്നത്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അടിയിൽ നിന്ന് വന്നേക്കുന്നതാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിൽ താഴേക്കുള്ളതാണേ. അപ്പോൾ അടിയിൽ നിന്ന് വേര് പൊട്ടി ഇത്രയും നല്ല രീതിയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. നമുക്ക് ഇത് കഴിഞ്ഞ പ്രാവശ്യം തേകിയപ്പം ഇതിൻ്റെ അകത്തുണ്ടായിരുന്നെല്ലാം മുകളിലത്തെ കുളത്തിക്കൊണ്ടിട്ടായിരുന്നു. ഇതിപ്പം ഉള്ളിലാ വിത്ത് കിടന്ന് ഇപ്രാവശ്യം വെള്ളം വന്നപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് പൊട്ടിയുണ്ടായത്. എന്തായാലും നല്ല രീതിയിൽ ഉണ്ടായി നിൽപ്പുണ്ട് ആമ്പൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആമ്പൽ ഇഷ്ടം, താമര ഇഷ്ടം. ഇതൊക്കെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് വന്ന കാര്യത്തിലേക്ക് പോവാം അല്ലേ? ഇന്നൊരു വെള്ളിയാഴ്ചയാണ് കേട്ടോ. അതിപ്പോൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് കോളേജിൽ ക്രിസ്മസിൻ്റെ സെലിബ്രേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് 19 അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ കസ്തൂരി വെണ്ട. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഇത് വെച്ചൊരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ട് കേട്ടോ. അത് ഞാൻ ഒരു ദിവസം നിങ്ങളെ കാണിച്ചു തരാം. അതെ, പറിക്കാറായിട്ടുണ്ട്. ഇത് നമ്മുടെ മറ്റേ വെണ്ടച്ചെടിയൊക്കെ പോലെ തോന്നിക്കുന്ന ഒരു സൈസ് സാധനം. പക്ഷെ ഇതിന് ഈ കാണുന്നത് ഫുള്ള് ഇതിന് മുകളിലിങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിന് ഒതയൊന്നും അല്ല, ഈ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. അതിങ്ങനെ കയ്യിലേക്ക് കുത്തിക്കൊള്ളും. അതുണ്ട് ഇതിൽ. അതുകൊണ്ട് എനിക്കിത് വലിയ ഇഷ്ടമില്ല.
പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തോരൻ വെക്കുന്നവർ. അതെ, തോരൻ വെച്ചും ഒക്കെ ഇത് സൂപ്പറായിട്ട്. പിന്നെ കാണാമോ, ഇവിടുന്ന് ക്ലിയർ അല്ല, നമ്മുടെ പ്ലാവയിൽ കുറച്ച് ചക്ക ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്ക് പോവാം. ഇത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പ്ലാവാ കേട്ടോ, സോറി കൃഷിഭവനിൽ നിന്ന്. ഇത് നമുക്ക് കായ്ച്ചിട്ടില്ലേ. ഇത് മുകളിൽ നമുക്കൊരു എന്താ പറയുക കടപ്ലാവ് ഉണ്ടായിരുന്നു. കടപ്ലാവ്, ചീമപ്ലാവ് അല്ലേ, ചീമച്ചക്ക, ചീമപ്ലാവ് എന്നൊക്കെ പറയുന്ന സാധനം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട്. അമ്മ കണ്ടില്ല, അതിൻ്റെ അടിയിൽ നിന്നിട്ട് ഇച്ചിരിയേ ഉള്ളൂ. നമുക്ക് താഴേക്ക് പോവാമേ. പിന്നെ ഇവിടെയൊക്കെ മത്തം പടർന്ന് കിടപ്പുണ്ട്. മത്തയുടെ ഇലയൊക്കെ വെച്ച് നമുക്ക് നല്ല അടിപൊളി തോരനൊക്കെ ഉണ്ടാക്കാം. ഒരു മത്തങ്ങ ഉണ്ടായിട്ടുണ്ട്. ദേ ഗൈസ്, ഇവിടെ ഒരു മത്തങ്ങയുണ്ട്. സോറി, കളർ ഇച്ചിരി കൂടിപ്പോയി. കണ്ടോ, ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ വെള്ളം നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇത് പോയതാ. ഇവിടെ റംബൂട്ടാനുണ്ട്. ഇത് വരിക്ക റംബൂട്ടാനാട്ടോ, മൂന്നിയോട്. ഇവിടെയുണ്ട് കസ്തൂരി വെണ്ട. ഇത് ഒടിച്ചൂത്തിയ നാരകമാണ്. ഇതുവരെ കായ്ച്ചും പൂത്തിട്ടുമില്ല. കൃഷിഭവനാണോ? ഒരു പൂവെങ്ങാണ്ട് ഉണ്ടായെന്ന് പറഞ്ഞു. ആണോ? ഇത് ഒടിച്ചൂത്തിയ നാരകം. ഇതിന്റെ കമ്പ് ഒടിച്ചൂത്തിയ ഇത് പിടിക്കും എന്നാണ് പറഞ്ഞത്. കായ ഉണ്ടായോ ഇവിടെ? ഞാൻ തൊട്ടാ കുഴപ്പമുണ്ടോ? ഇല്ല, തണ്ടേ പിടിച്ചാൽ മതി, കായ പിടിക്കണ്ട. ദേ ഗൈസ്, ഇതിൽ ഒരു നാരങ്ങ ഉണ്ടായിട്ടുണ്ട്. സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് സാധനം. നല്ല സൈസാവും കേട്ടോ. ഒടിച്ചൂത്തി നാരകം എന്നും പറയും, ഇതിന് മറ്റേ ഇതൊന്നും പറയത്തില്ല. എന്താണ്, ഗണപതി നാരങ്ങയോ അങ്ങനെ എന്തോ ഒരു പേരും കൂടെ ഉണ്ട് കേട്ടോ ഇതിന്. ആ ഒരു ഷേപ്പിലാണ് ഇത് വരുന്നത്. ഗണപതി നാരങ്ങ, ഒടിച്ചൂത്തി നാരങ്ങ, അങ്ങനെയൊക്കെ എന്തോ പറയുന്ന ടൈപ്പ് നാരകം. ഒരു ചാനലുണ്ടല്ലോ, അതിനകത്ത് ഒരു അപ്പൂപ്പനും ഒരു എപ്പോഴും ഭാര്യയെ ദേഷ്യപ്പെടുന്ന ഒരാളുണ്ടല്ലോ, നാരായണേട്ടൻ. നാരായണേട്ടനൊക്കെ വീഡിയോയിൽ എപ്പോഴും കാണാം ഈ നാരങ്ങ പറിക്കാൻ പോണത്. അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛാ ഇത് വിളഞ്ഞു, അച്ഛാ അത് പറിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് പോണ കാണാം. ഞാൻ മറ്റേ ദക്ഷിണ ചാനലില്ലേ, അതിൽ കണ്ടിട്ടുണ്ട്. ഇതാണോന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. ഗണപതി നാരങ്ങ എന്ന് പറഞ്ഞിട്ട് നീളമുള്ളത് അതാണ് ഈ കാണുന്ന സാധനം കേട്ടോ. പപ്പ പക്ഷേ ഇതിന് പറയുന്ന ഒടിച്ചൂത്തി നാരകമെന്ന് എനിക്കറിയില്ല. എന്തായാലും അതെ, നമുക്ക് എന്തായാലും ഒരു നാരങ്ങ ഉണ്ടായിട്ടുമുണ്ട്. ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ട് 1.5 വർഷം അല്ലേ? 2 വർഷത്തോളമായി. 2 വർഷത്തിനിടയ്ക്ക് നമുക്ക് കായായിട്ടുണ്ട്. നമ്മുടെ ഈ ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മുടെ ഈ പറമ്പിൽ ഈ ഭാഗത്ത് നീരുറവ് കൂടുതലാണ് കേട്ടോ. അപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും. അതിൻ്റെ പരിണിത ഫലമാണ് ഈ കിടക്കുന്ന ചക്കകൾ. എന്ത് ചക്ക ഉണ്ടാകുന്നറിയാമോ? മുഴുവനും പോകും. അങ്ങോട്ടൊക്കെ ചക്ക കിടപ്പുണ്ട്, പക്ഷെ കാണത്തില്ല, ഇരുട്ട് കാരണം. തേങ്ങ വിളഞ്ഞെടുക്കണമല്ലോ. പപ്പ വന്നിട്ടുണ്ട്. ഇല്ല പറഞ്ഞിട്ട് കാര്യമില്ല, ആരെങ്കിലും കണ്ടെടുത്തോണ്ട് പോകും. ഇല്ല കണ്ടെടുത്തോണ്ട് പോകും. ഇല്ല തൊട്ടില്ല. പൂ കായല്ലോ അന്ന് പറഞ്ഞ പൂ കായല്ലോ. ഒരു പേരുണ്ട് കേട്ടോ. ഓടിച്ചു വിട്ട് അറിയാം. 6 എണ്ണം. പപ്പ ചിരി. പപ്പ ചിരിക്കൂല. ചിരിക്ക്. പപ്പ ചിരിക്കൂല, വല്ലു ഇരിക്കുക. നമ്മളിന്ന് ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. കണ്ടില്ലേ, നല്ല വലിപ്പമുള്ള ചേമ്പാണ്. ഇതാണ് ചീരച്ചേമ്പ്. ഇത് പറയുന്നൊക്കെ കേട്ടോ, എനിക്കറിയത്തില്ല. ചീരച്ചേമ്പാണ് കേട്ടോ. ഇത് വെച്ച് അമ്മ എന്തോ സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. നല്ല വലിപ്പമുള്ള ചേമ്പാട്ടോ. ഇവിടെ കപ്പയുണ്ട് കേട്ടോ. ഇവിടെ കപ്പ ഒരു ഏരിയയിലുണ്ട്. പിന്നെ അവിടെയും കുറച്ച് ചേമ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ കദളിവാഴയാണ് കേട്ടോ. രക്തപൂവനില്ലേ, അതായത്
പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇത് വേറൊരു വെറൈറ്റി ചേമ്പാണ്. ഈ ചേമ്പിൻ്റെ തണ്ട് കളറ് കണ്ടോ? കണ്ണനോ? നീലക്കണ്ണൻ ചേമ്പെന്നാണ് പപ്പ പറയുന്നത്. ചക്കയുണ്ട്, വാഴക്കൊലയുണ്ട്, അങ്ങോട്ടും വാഴക്കൊലയുണ്ട്. എവിടെ അത് കിട്ടൂല, സൂര്യൻ്റെ വെളിച്ചം കാരണം മുകളിലത്തെ കിട്ടുന്നില്ല. അവിടെ ഉണ്ട് കേട്ടോ ഒരു ചക്ക, അല്ല സോറി ഒരു വാഴക്കൊല. പിന്നെ അവിടെ ഒരു ഏത്തക്കൊഴിയുണ്ട്, കൊലയുണ്ട്. കൊല കാണത്തില്ല, കണ്ടോ? ഇവിടെ ഉണ്ട് ഒരെണ്ണം. നമ്മുടെ കപ്പത്ത് ഇടിവെട്ടിപ്പോയി. കപ്പത്തെങ്ങോ? ആ, നമുക്ക് എപ്പോഴും തേങ്ങ കെട്ടിക്കൊണ്ടിരുന്നായിരുന്നു കേട്ടോ. പക്ഷേ ഇടി വെട്ടിപ്പോയി. നമ്മൾ കുന്നിൻ പ്രദേശം ആയതുകൊണ്ട് നല്ല രീതിയിൽ ഈ ഭാഗത്തൊക്കെ ഇടി വെട്ടും. അപ്പം അങ്ങനെ അത് പോയി. ഇവിടെ ഒരു വരിക്കപ്ലാവ് ഉണ്ടായിരുന്നു, അതും പോയി. അതും പോയത് അങ്ങനെയല്ലേ? ആ പ്ലാവും പോയത്, ആ പ്ലാവും പോയത് ഇതുപോലെ ഇടി വെട്ടിപ്പോയതാ. നമുക്കിവിടെ ഇടി വെട്ടിപ്പോകുന്നത് മിക്കവാറും ഇതുപോലത്തെ സാധനങ്ങളൊക്കെയാണ്, നല്ല ഹൈറ്റ് നിൽക്കുന്നത്. ആ പ്ലാവിൽ നോക്കിക്കോ, ചക്ക ഉണ്ടായിട്ടുണ്ട്, ഇടാൻ ഒരു രക്ഷയില്ല. നോക്കി ഇതാണ് നമ്മുടെ മുത്തശ്ശി പ്ലാവ് കേട്ടാ. എത്തുന്നതാണോ? പക്ഷെ എനിക്ക് അല്ല, തോട്ടിക്കെടുക്കുവാണെങ്കിൽ അതിന്റെ മേളിൽ ചെന്ന് ആ മുള നോക്കിയേ, പൊക്കാൻ പറ്റത്തില്ല, ഭയങ്കര കനമല്ലേ ഇത്. അപ്പം ഇത്രയാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പം ഇത് നമ്മൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലേ അമ്മ? അപ്പം വീഡിയോയ്ക്ക് എല്ലാവർക്കും ഒന്ന് ടാറ്റ പറഞ്ഞേക്കൂ. ടാറ്റാ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ടാറ്റാ. കമന്റ് ഇടാനും. അതെ, ടാറ്റാ.